ഹലോ! രാവിലെ നമ്മള് മഴയായിട്ട് റാന്നിയിലേക്കാണ് പോകുന്നത്. രാവിലെ ഇറങ്ങിയപ്പളാണ് കണ്ണിൽ എന്തോ കടിച്ച് ആ ഒരു വീക്കം വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മള് റാന്നിയിൽ പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയും പിന്നെ NSSൻ്റെയും ഭാഗമായിട്ട് നമ്മളവിടെ വെള്ളം കയറിയിരിക്കുന്ന വീടൊക്കെ ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴത്തേനും നമുക്കവിടെ ചെന്നാൽ മതിയായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു രാവിലെ ആവാത്ത ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ MLAയുടെ ഓഫീസിലേക്ക് ചെന്നു. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു പക്കാവടയൊക്കെ വാങ്ങിക്കൊണ്ടാ ചെന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ബ്രെഡും വെള്ളമൊക്കെ നമുക്ക് കഴിക്കാൻ തന്നു. കാരണം ആരും രാവിലെ കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ സംസാരിച്ച് ഏതൊക്കെ വീട്ടിലൊക്കെ പോകണമെന്ന് തീരുമാനിച്ചു. നമുക്ക് അവിടുന്ന് തന്നെ ഈ പ്രതിരോധ ശിക്ഷയുടെ ഗുളികയും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. അത്യാവശ്യം നല്ല കമ്പനിയും സഹകരണമായിട്ടാണ് അവിടെ ഉള്ളവർ നിന്നത്. പിന്നെ നമ്മൾ നേരെ ആ വീടുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറിയ വീടുകളായിരുന്നു. അങ്ങനെ ഓരോ വീട്ടിലും നമുക്ക് ഗുളികയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഓരോ വീടും കയറിക്കണ്ട് ആ ഗുളികയും മരുന്നും എല്ലാം കൊടുത്തു നമ്മള്. ഇവിടുന്ന് നമുക്കൊരു റംബൂട്ടാനൊക്കെ കിട്ടി. ഇവിടുത്തെ റംബൂട്ടാൻ അത്യാവശ്യം നല്ല സൈസുള്ളതും നല്ല മധുരമുള്ളതായിരുന്നു. അങ്ങനെ ഒരു വീട്ടിലെത്തിയപ്പോഴത്തേനും അവിടെ മൊത്തവും വെള്ളം കയറി അവരുടെ കുറേ സാധനങ്ങൾ നശിച്ചതൊക്കെ കണ്ടു. ഇപ്പോഴും വെള്ളം കുറച്ചിറങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും അവരുടെ സൈഡിൽ വെള്ളം കയറും. കുറച്ചും കൂടെ മഴയായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കയറുന്ന രീതിയിലാണ് നിന്നത്. അങ്ങനെ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യേണ്ടത് ഈ വീടായിരുന്നു. ഈ വീടിൻ്റെ ഒന്നാമത്തെ നില ഇപ്പോഴും വെള്ളത്തിൻ്റെ അകത്ത് തന്നെയാണ്. അതിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴോട്ട് നല്ല വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വെള്ളം എടുത്ത് തന്നെ നമ്മൾ ആ നില ക്ലീൻ ചെയ്യാൻ നോക്കുവാണ്. അങ്ങനെ അവിടുത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും 2 മണിയായി. അങ്ങനെ അവിടുന്ന് തന്നെ MLA ഓഫീസിൽ നിന്ന് തന്നെ നമുക്ക് അവിടെ ഉള്ളൊരു ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഡെപ്യൂട്ടി കളക്ടറും മന്ത്രിയൊക്കെ വന്നത്. അങ്ങനെ അവിടെ നല്ല റിപ്പോർട്ടർ ചാനൽസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ മന്ത്രിയൊക്കെ കാണാൻ പോയി. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേനും വീണ്ടും മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. മഴ വീണ്ടും തുടങ്ങിയിരുന്നു. ഇനി എന്താവും അവിടുത്തെ അവസ്ഥയെന്ന് അറിയില്ല. വീണ്ടും വെള്ളം കയറും. അങ്ങനെ തിരിച്ച് പിന്നെ നമ്മൾ പതിയെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിലോട്ട് പോന്നു.